ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കണ്ണൻ എണീറ്റിരുന്ന് ടി വി കാണിച്ചാട്ടെ. ഇത് വെളുപ്പിനെയാണ്. സാധാരണ ഒരു 10 പ്രാവശ്യം വിളിച്ചാൽ എണീക്കുകയില്ലാത്ത ആൾ ഇന്ന് വെളുപ്പിന് എണീറ്റിട്ടുണ്ട്. അപ്പം കണ്ണന് രാവിലെ എണീറ്റ് അവന് കടുങ്കാപ്പിയൊക്കെ കൊടുത്തേച്ച് ഞാൻ മുറ്റമൊക്കെ തൂക്കാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം സാധാരണ രാവിലെ എണീക്കുന്നതേ കുറേ പ്രാവശ്യം വിളിച്ചാലും പറയും എന്നാന്ന് ചോദിച്ച് കിടക്കുന്നവൻ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരനക്കവും ഇല്ല. ടി വിയൊക്കെ സൗണ്ട് കുറച്ചാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ രാവിലെ എണീറ്റേച്ച് അത്യാവശ്യം കുറച്ച് കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കണ്ണന് കൊണ്ടുവരാനുള്ളതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ്. കാര്യം മുറ്റം തൂത്തേച്ച് കയറി വരുമ്പോൾ ഒത്തിരി സമയം പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കണ്ണന് വേണ്ടിയുള്ളതെല്ലാം റെഡിയാക്കി വെച്ചേച്ച് ഞാൻ അടുക്കള കഥയൊക്കെ അടച്ചിട്ട് സൗണ്ടൊന്നും ആരും കേൾക്കണ്ട, ആരും എണീക്കണ്ട എന്നൊക്കെ ഓർത്ത് ചെയ്തതാണ്. കഥ നോക്കിയപ്പോഴത്തേക്ക് കണ്ണൻ അവിടെ കിടപ്പുണ്ട്. പിന്നെ അവന് കടുങ്കാപ്പിയൊക്കെ കൊടുത്തേച്ച് പിന്നെ മുറ്റം തൂക്കാനായിട്ട് വെള്ളമിട്ടിറങ്ങി. വെട്ടം വീണ് വരുന്നതേ ഉള്ളൂ. കാര്യം ഇത്രയും വെളുപ്പാങ്കൽ എണീറ്റ് തൂക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ വെളുപ്പിനെ തൂത്ത് കഴിഞ്ഞാൽ ആ ഒരു പണി അങ്ങ് തീർന്നു കിട്ടും. മുറ്റം കാണുമ്പോൾ ഇച്ചിരി ഉള്ളതെന്നൊക്കെ വെച്ചാൽ തൂത്ത് വരുമ്പോൾ കുറേ ഉണ്ടെന്നേ. ഇപ്പോൾ ഈ ഇലയൊക്കെ പൊഴിയാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇല വീഴുന്നുണ്ട്. നമ്മുടെ മുറ്റത്തെ ഇല അടുത്ത വീടുകളിലെ മരത്തില മുഴുവൻ ഇല ഇങ്ങോട്ടാണ് വീഴുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ രാവിലത്തെ ജോലി കുറയില്ല. അപ്പോൾ അച്ഛന് ഇപ്പോൾ ഒത്തിരി പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തൂക്കാനും എടുക്കാനും ഒന്നും അങ്ങനെ സമയം കിട്ടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ അച്ഛനെ ഇങ്ങനെ വീഡിയോ കാണിച്ച് ചെറിയ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് മേൽനോട്ടം വഹിക്കാൻ പറഞ്ഞപ്പം മടിച്ചാണെന്ന് വെച്ചാൽ അച്ചു അല്ല കേട്ടോ. അച്ചു പാത്രമൊക്കെ കഴുകി അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് അച്ചു കയറി വന്നായിരുന്നു. അവൾ അന്നേരം അങ്ങോട്ട് കയറി വന്നു. അവൾ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ജോലിയൊക്കെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ആദ്യം പഠിച്ചു തീർക്കട്ടെ എന്ന് വിചാരിക്കും. അടുക്കളയിലും എല്ലാം ജോലി ചെയ്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ, പഠിച്ചാലല്ലേ വല്ല പ്രയോജനമുള്ളൂ. ഒന്നും പറഞ്ഞ് അടുക്കള പണി ഒട്ടും പഠിക്കേണ്ടെന്നല്ല, അവളെ അത്യാവശ്യം കുറേശ്ശെ എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ വെച്ചാൽ ഇച്ചിരി മടിയാണ് അടുക്കളയിൽ കയറാനായിട്ട്, അങ്ങനെയുള്ളൂ. അല്ലാതെ വേണ്ടി വന്നാൽ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം തൂത്തെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇനി അകത്തോട്ട് കയറാനായിട്ട്. അപ്പം വെട്ടം വീണ് വരുന്നുണ്ട് കേട്ടോ. നേരം വെളുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 5:45 6 മണിയൊക്കെ ആയാലും വെട്ടം ശരിക്കും അങ്ങോട്ട് വരത്തില്ല കേട്ടോ. നേരം വെളുക്കുകയല്ല ശരിക്കും. ആ കാണുന്നത് പോസ്റ്റയിലെ വെട്ടം കേട്ടോ, അല്ലാതെ അമ്പിളിമാമനൊന്നും അല്ല കേട്ടോ. അത് പോസ്റ്റയിലെ വെട്ടമാണ്. ഒരു 6:15 6:30 ആകുമ്പോഴത്തേക്കാണ് പോസ്റ്റയിലെ ലൈറ്റ് അവർ ഇണക്കത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ ആ പോസ്റ്റയിലെ വെട്ടം നല്ലപോലെ മുറ്റത്തോട്ട് കിട്ടും. അതുകൊണ്ട് തൂക്കാനാണെങ്കിലും നമുക്ക് പേടിക്കാതെ മുറ്റത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ചേട്ടന് വെളുപ്പിന് ഓട്ടം ഉണ്ടായിരുന്നു, ചേട്ടന് ഓട്ടം പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഉറങ്ങിയില്ല, ഓരോ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിന്നു. അത് കഴിയുമ്പോൾ പിന്നെ ഓർത്തുന്ന പിന്നെ മുറ്റമൊക്കെ തൂത്ത് ആ ജോലിയൊക്കെ അങ്ങ് ഒതുക്കിയേക്കാന്ന് വെച്ചാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലാണ്, മുറ്റം തൂക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ജോലികളെല്ലാം കുറേശ്ശെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ആദ്യമായിട്ട് കാണുന്നവരെ. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയട്ടെ, അങ്ങനെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പം തൂത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ നമുക്ക് പതിവ് രീതി ഉണ്ടല്ലോ, തൂത്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വീഡിയോ എടുക്കല്. അവിടെ ഒന്ന് വൃത്തിയായെന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് നോക്കുന്നതാണ്. ഞാൻ എല്ലാം ജോലി ചെയ്തല്ലോ കേട്ടോ, ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് നോക്കും എല്ലാം ഓക്കെ ആണോ എന്നിങ്ങനെ നോട്ടമുണ്ട്. അപ്പോൾ അന്നേരം ഓർത്ത് മീൻ തീറ്റയും കൂടെ കൊടുത്തിട്ട് കയറി പോകണമെങ്കിൽ പിന്നെ അതിങ്ങനെ എടുത്തോട്ട് പിന്നെ ഇറങ്ങി വരണ്ടല്ലോ. അങ്ങനെ മീനിന് തീറ്റ കൊടുക്കാനുള്ളതും കൂടെ എടുത്ത് അതിന് തീറ്റയും കൂടെ കൊടുത്ത് പിന്നെ ചെടിയൊന്ന് നനച്ചും കൂടെ വേണം കയറാനായിട്ട്. ഇന്നലെ മഴ പെയ്യുമെന്നൊക്കെ ഓർത്തിരുന്ന കേട്ടോ. മഴ ശരിക്കും ഇപ്പോൾ പെയ്യുന്ന പോലെ വന്നതാണ്. അതുകൊണ്ട് ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ലായിരുന്നു. പക്ഷേങ്കിൽ പെയ്തില്ല, ചെറുതായിട്ടൊന്ന് ചാറിയിച്ചങ്ങ് പോവുകയും ചെയ്തു. അപ്പം ചെടിക്കല്ല ഇനി വെള്ളം എല്ലാം ഒന്ന് ഒഴിക്കണം. മീനിന് തീറ്റ കൊടുത്തേച്ച് പിന്നെ അവിടെ കൂട്ടി വെച്ചേക്കുന്ന കരികിലെല്ലാം ഒന്ന് വാരി വേസ്റ്റ് എടുത്തിട്ട് കത്തിക്കണം. അങ്ങനെ കുറച്ച് ജോലിയും കൂടി ഉണ്ട് മുറ്റത്ത്. അത് കഴിയുമ്പോൾ പിന്നെ അകത്തോട്ട് കയറണം. അത് കഴിഞ്ഞ് പിന്നെ കണ്ണനെ കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കി കണ്ണനെ കൊണ്ടുവിടണമായിരുന്നു. കണ്ണനെ കൊണ്ടുവിട്ടേച്ച് വന്നതിന് ശേഷം വേണം ഇനി അച്ചുവിനെയും കൊണ്ടുവിടാനായിട്ട് പോകാനായിട്ട്. അപ്പം മീനിന് തീറ്റയൊക്കെ കൊടുത്തേച്ച് ഇനി അകത്തോട്ട് കയറി കണ്ണനെ കൊണ്ടുവിടാനായിട്ടൊക്കെ പോവാണ്. പോയിച്ച് വന്നിട്ടുള്ള വീഡിയോസാണ് പിന്നെ എടുത്തത്. പിന്നെ എടുത്തത് അച്ചുവിനെ കൊണ്ടുവിടുന്നതിൻ്റെയൊക്കെയാണ്. ഞാനെപ്പോഴും റെഡിയായിരുന്നു. കഥക് ചുമ്മാ കുറ്റിയിട്ടാൽ മതിയേ. ഒന്ന് വരുമോ? സമയം പോയി. അതുകൊണ്ട് ആ കിടക്കുന്ന എടുത്തില്ലേ നിനക്ക്? സ്റ്റാൻഡേ നോക്കടി. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ തിരക്കില്ല കേട്ടോ. ചേട്ടനില്ലാത്ത ദിവസമൊക്കെ ഉള്ളൂ രാവിലെ ഇവരെ കൊണ്ടുവിടേണ്ടത്. ഇവർക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളതേ, രണ്ടും മടിച്ചും അതുകൊണ്ട് പിന്നെ കൊണ്ടുവിടണം. അപ്പോൾ അവരെ കൊണ്ട് വിട്ടതിന് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞ് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നമ്മുടെ ചീരയൊക്കെ നട്ടതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇതിന് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. ഇനി ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം.
അപ്പം മഴയുടെയൊക്കെ ഇതൊക്കെ നിറഞ്ഞിട്ടൊക്കെ വളമിട്ട് കൊടുക്കാമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിന്നതാണ്. ഒത്തിരി ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ തണ്ടൊക്കെ അങ്ങ് അഴുകി പോകത്തില്ലേ. ഇനിയും കുറേ ചീരയും കൂടെ ഉണ്ട് പറിച്ച് നടാനായിട്ട്. അതിനി എവിടെ നടുമെന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ കുക്കുംബറിൻ്റെ ആണ്. നിറച്ചും പൂത്തിട്ടുണ്ട്, കാ പിടിച്ചിട്ടില്ല, നിറച്ചും പൂവാണ്. അപ്പം അത് കാ പിടിച്ചാലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഈ പൂ ഇങ്ങനെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ 3-4 തൈയുണ്ട് കേട്ടോ. അത് 2 ഇതിനകത്ത് നട്ട്, പിന്നെ 2 താഴെ നമ്മളെ മണ്ണെടുത്തിട്ടില്ല, അവിടോട്ടും കൂടെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇപ്പോൾ ഞാൻ ഇതിനകത്തോട്ടങ്ങ് ഇടുവാണ് ചെയ്യുന്നത്. അവിടെ കിടന്നങ്ങ് വളമായിരിക്കുമല്ലോ. പിന്നെ ഇത് കാബേജാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പം അതിൻ്റെ തൈകളും ഒക്കെ കുഴപ്പമില്ല. എല്ലാത്തിനും വളമിടാൻ സമയമായിട്ടുണ്ട്. ഇനി വളമിട്ട് കൊടുക്കണം. ഒന്നും ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വളമൊക്കെ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം വളമൊക്കെ ഇട്ട് കൊടുക്കാണ്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല. മുളകൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറി കടയിൽ നിന്ന് മിക്കപ്പോഴും പച്ചമുളക് വേണ്ടാന്ന് പറഞ്ഞാലും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇതേ നിൽക്കുന്ന അങ്ങനെ പറിക്കുന്നില്ല. ഇനി പറിച്ച് ഫ്രിഡ്ജിലെങ്ങാനും വെക്കണം, അല്ലെങ്കിൽ ഇതായി പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളുകയില്ല. അപ്പം നമ്മുടെ അകത്തെ ജോലിയൊക്കെ ഇനി ചെയ്യാറാകുന്നു. അപ്പോൾ ഇവിടെ ഒരു പയർ കിടപ്പുണ്ടായിരുന്നേ, കഴിഞ്ഞ ദിവസം 2 പറിച്ചായിരുന്നു. അപ്പോൾ ഇതും കൂടെ പറിച്ചാൽ അത് 3 കൂടെ മെഴുക്കോട്ടിക്ക് എടുക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഇനി അത്തോട്ട്. അപ്പോൾ ചേട്ടൻ വന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ചേട്ടൻ വന്ന് ചേട്ടനും കഴിക്കാനും ഒക്കെ കൊടുത്തു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ഇങ്ങനെ ഈ ഓട്ടം പോയിട്ട് വരുമ്പോഴത്തേക്കും മണിമല വഴിയാണ് വരുന്നെങ്കിൽ അവിടുന്ന് ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇന്ന് പോർക്കാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതെല്ലാം എല്ലാം പീസാക്കി എല്ലാം എടുത്ത് ഞാൻ ഇത് നമ്മൾ പോർക്കിനകത്തുണ്ടല്ലോ ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് കഴുകിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് നമ്മൾ പുരട്ടി ഒരു അരമണിക്കൂർ, ഇച്ചിരി കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ഒന്ന് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ പ്രാവശ്യം കിട്ടിയേക്കുന്ന പോർക്കിനകത്ത് നിറച്ച് നെയ്യാണ്. അപ്പോൾ ആ നെയ്യ് ഒരുപാട് അങ്ങോട്ട് ഉരുകത്തില്ല അതിലേക്ക്. അല്ലെങ്കിൽ നമ്മളത് അടുപ്പിലിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നെയ്യ് മൊത്തം ഉരുകി അങ്ങ് ഭയങ്കര നെയ്യായിരിക്കും. ഇങ്ങനെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാമെങ്കിൽ എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കി വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ്. ബാക്കി പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, അത് പോർക്കിൻ്റെ അളവിൻ്റെ അനുസരിച്ചാണ്. ഒത്തിരി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം, കുറച്ചുള്ളെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉള്ളൂ, കുറച്ച് എണ്ണ ഒഴിച്ച് അതെടുക്കുവാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ നമ്മുടെ പയർ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് അരിഞ്ഞ് മുളകും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് അത് ഇനി എണ്ണയിലിട്ടൊന്ന് മെഴുക്കുവരട്ടി വെക്കാനായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ അതൊരു സൈഡിൽ ചെയ്യുന്നു. പിന്നെ സവോളപ്പ് കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം അരിഞ്ഞെല്ലാം എടുത്ത് അത് പിന്നെ അത് തോരൻ വെക്കാനും വെച്ച്. അപ്പോൾ ഇന്നലെ ഞാൻ സവോളപ്പ് തോരൻ വെച്ചപ്പോഴത്തേക്ക് ജയചേച്ചി പറഞ്ഞാൽ അതിൻ്റെ ചുവ ഇഷ്ടമല്ലെന്ന്. അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ചേർത്താൽ മതി. മുട്ട തന്നെയല്ല, ഒരു ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ചേർക്കാമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആ സവോളയുടെ ആ ഒരു ചുവ വരത്തില്ല. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെ ഇവരാരും ആദ്യം കൂട്ടുകയായിരുന്നു, ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇച്ചിരി മസാല ചേർത്താൽ മതി സവോളപ്പൂ തോരൻ വെക്കുമ്പോൾ. ഇതിപ്പോൾ സവോളപ്പൂ അല്ല കേട്ടോ, ഇതിപ്പോൾ പയറാണ്. പയർ ഞാൻ ഒന്ന് ഇനി എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വെച്ചാൽ വെള്ളവും ഉപ്പും മാത്രം ചേർത്ത് മുളകും പയറും കൂടെ ഒന്ന് പറ്റിച്ചെടുത്തതാണ്. എന്നിട്ട് ഇനി അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സവോളപ്പൂ തോരൻ വെക്കാനായിട്ട് എല്ലാം എടുത്ത് അടുപ്പിൽ ഞാൻ വെച്ച് കേട്ടോ. സവോളയും പച്ചമുളകും പിന്നെ സവോള പൂവും കൂടെ അരിഞ്ഞ് വേവിച്ചെടുത്താണ്, ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുത്താണ്. വേവിച്ചെടുത്ത് വെച്ച് ഇനി ഇതിലേക്ക് തേങ്ങ ചുമ്മാ ചിരണ്ടി ചേർക്കത്തുള്ളൂ കേട്ടോ, ചതച്ചൊന്നും ചേർക്കത്തൊന്നുമില്ല. ചുമ്മാ തേങ്ങ ചിരണ്ടി ഇതും കൂടെ ചേർക്കും. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എന്നിട്ട് അതിനകത്തേക്ക് ഒരിച്ചിരി വെജിറ്റബിൾ മസാലപ്പൊടിയും കൂടെ ചേർത്ത് അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് അതിനകത്തേക്ക് ഇനി മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പം തേങ്ങ ഒത്തിരി കഴക്കം മുഴക്കം ഒന്നും ചിരണ്ടി ഇടില്ല കേട്ടോ. നമ്മൾ ചെറിയ പീരയായിട്ട് വേണം ചിരണ്ടി എടുക്കാനായിട്ട്. എന്നാലേ അതിനകത്ത് ഇട്ടാൽ നമുക്കൊരു ഭംഗിയും തോന്നുള്ളൂ, ടേസ്റ്റും തോന്നത്തുള്ളൂ. അല്ലാതെ നമ്മൾ കഴക്കം മുഴക്കമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോകും. തേങ്ങ അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു ഇത് വരത്തില്ല, അന്നേരം പിന്നെ ചതച്ച് ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ തീരെ കാരണം കുറച്ച് ചെറുതായിട്ട് പീര എടുത്തേക്കുന്നതാണ്. അതിനകത്ത് തോരനൊക്കെ നമ്മൾ ചെറുതായിട്ട് പീര ചേർത്തി എടുക്കത്തില്ല, അങ്ങനെ എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇച്ചിരി വെജിറ്റബിൾ മസാലപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്, ഇതിന് മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു മുട്ട തോരൻ വെക്കുന്നത്. എന്നിട്ട് അത് ഇച്ചിരി സവോളപ്പൂ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് ഈ ചീഞ്ചട്ടി തന്നെ കേട്ടോ. ഇനി ഇതിനകത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ചീഞ്ചട്ടി ഇട്ട് തോരൻ പോലെ എടുത്ത് വെച്ച് ഇതിനകത്തേക്ക് ചേർത്താലും മതി കേട്ടോ. മുട്ട ഒന്ന് ചിക്കി എടുത്ത് വെച്ച് ചേർത്താൽ മതി. ഇത് പിന്നെ പാത്രം കഴുകാനുള്ള മടിയും പിന്നെ വേറെ പാത്രം എടുക്കാൻ പോകാനുള്ള മടിയും കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ പിന്നെ അങ്ങ് ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് എല്ലാം ഇനി അടുത്ത് ചീഞ്ചട്ടി എടുത്ത് പിന്നെ അത് കഴുകാൻ നിൽക്കണം. എല്ലാം പാത്രം കഴിച്ചതെന്ന് പറയുന്നതേ ഒരു മടുപ്പാണ്. അത് എനിക്ക് തന്നെ ഇല്ലട്ടോ, മിക്കവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പാത്രം കഴിച്ചാണ് എല്ലാവരുടെയും മടുപ്പെന്ന്. എന്നും പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കത്തില്ല കേട്ടോ, പാത്രമൊക്കെ കഴുകി വെക്കും. അപ്പം അതൊരു വലിയൊരു മടിയാണ് പാത്രം കഴിച്ചതെന്ന് പറയുന്നത്. അപ്പം മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒരു മുട്ടയെ ചേർത്തിട്ടുള്ള ശകലം സവോളപ്പൂ ഉള്ളായിരുന്നു കേട്ടോ. ഇന്നാളെടുത്തതിൻ്റെ ബാക്കി ഒരു ശകലം ഇരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഒത്തിരി മുട്ടയായി കഴിഞ്ഞാൽ മുട്ടയുടെ ഭയങ്കരമായിട്ട് വരും, അപ്പം മുട്ട തോരൻ വെച്ചോളം ഇരിക്കും. ഇതങ്ങനെയല്ലാതെ സവോളപ്പൂ തോരൻ വെച്ച് ഒരു ശകലം മുട്ടയും കൂടി ചേർത്താൽ
അതിന് ടേസ്റ്റ് കിട്ടും. മുട്ടയുടെ ഇതുകൊണ്ട് സവോളപ്പൂവിൻ്റെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ടയെല്ലാം ചിക്കി എല്ലാം ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഒരു സൈഡിൽ കൂടെ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സവോളയൊക്കെ അരിഞ്ഞെടുത്ത് കേട്ടോ. മറ്റേ പോർക്ക് ഞാനെടുത്ത് വേവിച്ചായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സമയം കുറേ ആയിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് വേറെ കുറേ ജോലി ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞൊക്കെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോർക്ക് ശകലം ഉപ്പ് മാത്രം ചേർത്ത് ശകലം വെള്ളവും ചേർത്ത് അടുപ്പേ വെച്ച് നല്ല വെച്ച് അതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്, അതങ്ങ് ഇറങ്ങും. അതങ്ങനെ എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറെല്ലാം സെറ്റായി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോര് കറിയും കൂടെ റെഡിയാക്കി. മോര് കറി സാധാരണ വെക്കുന്ന മോര് കറി തന്നെയാണ്. ജീരകവും തേങ്ങയും പിന്നെ ഒരു ഇച്ചിരി മഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് പിന്നെ ചിലപ്പോൾ ഞാൻ ചുമന്നുള്ളിയോ ഒരു വെളുത്തുള്ളിയൊക്കെ ചേർക്കട്ടെ. ഇതിനകത്ത് പേര് ചുമന്നുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതും കൂടെ ചേർത്ത് അരച്ച് നല്ലപോലെ അരച്ച് മോരും കൂടെ അതിനകത്തിട്ട് അടിച്ച് വെച്ച് ഒന്ന് ചൂടാക്കിയതാണ്. ചൂടാക്കിയതിന് ശേഷമാണ് അതിലേക്ക് കടുക് വറുത്ത് ചേർക്കുന്നത്. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ഷാമമാണ്. ഇപ്പോൾ ഒരു കറിക്കും ഇപ്പോൾ കറിവേപ്പില ഇടുന്നേ ഇല്ല. ഇനി അതൊന്ന് കിളുത്തൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള കറിവേപ്പിലയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുള്ള മോര് കറിക്കുള്ള കടുകൊക്കെ വറുക്കുവാണ്. അത് ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം അതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ മോര് കറി സെറ്റായി. അപ്പോൾ മോര് കറി വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ആ കടുക് വറുക്കുന്നതിനകത്തോട്ട് ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പടി മഞ്ഞ കളർ ഇരിക്കത്തില്ല, ഒരു ഇച്ചിരി ചുവപ്പ് കളർ കൂടെ വരുമ്പോൾ കറി കാണാനും ഒരു രസമുണ്ട്, കൂട്ടുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ട്. ആ മുളക് പൊടി ഒരു ശകലം മുളക് പൊടി ചേർക്കത്തുള്ളൂ, ഭയങ്കര എരിവായിട്ടൊന്നും ചേർക്കത്തില്ല. ഒരു തുള്ളി മുളക് പൊടിയും കൂടെ അതിനകത്തോട്ട് ആ കടുക് വറുത്ത് എടുക്കുമ്പോൾ അതിനകത്തോട്ടാണ് ഇടുന്നത്. കാര്യം എണ്ണ അതിന് മുമ്പേ വെക്കുന്നതിന് മുമ്പ് നമ്മൾ മുളക് പൊടി ഇട്ടാൽ അത് മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ശകലം മുളക് പൊടിയും കൂടി ഇട്ട് അതും കൂടി ഇട്ടൊന്ന് ഇളക്കി മോര് കറിക്കകത്തോട്ട് അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോര് കറി അടിപൊളിയായി. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ശകലം ഒഴിച്ചേച്ച് പിന്നെയാണ് ബാക്കി ഒഴിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ മോരിനകത്തൊരുമാതിരി എണ്ണ അത്രയും ചൂടോടുകൂടി ചെല്ലുമല്ലോ, അങ്ങ് പിരിഞ്ഞ് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആദ്യം ഇച്ചിരി ഒഴിച്ചേച്ച് പിന്നെ ബാക്കി ഒഴിച്ചത്. അപ്പോൾ അങ്ങനെ മോര് കറി എല്ലാം സെറ്റായി. നമ്മുടെ പോർക്കെല്ലാം വെന്ത് അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സവോള എല്ലാം വട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് ഇത്രയും ഇട്ട് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഒരു തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ സവോള എല്ലാം ഒന്ന് വഴറ്റി ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ മീറ്റ് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. മീറ്റ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് ആ മസാലപ്പൊടി നല്ലപോലെ ആ എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷമേ അതിനകത്തോട്ട് പോർക്ക് ഇടുന്നുള്ളേ. അപ്പം ചിലർക്കൊക്കെ ഈ പോർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇനി ഞാൻ ബീഫ് എന്നേ പറഞ്ഞു പോകുന്നുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് ഇഷ്ടമില്ലാത്തവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊരു ഇറിറ്റേഷൻ ആണ്ടാന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ബീഫും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇവിടെ ഇവർക്കെല്ലാം ഫ്രൈ ആക്കുന്നത് ഇഷ്ടം കേട്ടോ. സംഭവം അറിയാതെ വായു വന്നു പോകും. അപ്പം എന്നാ പറയുക, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊന്നും തോന്നരുത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഇതായിട്ടങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇത് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒത്തിരി പേർക്ക് ഇത് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ എന്നേലും പോലെ ഒരു അസ്വസ്ഥത പോലെ തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളിവിടെ എല്ലാ സാധനങ്ങളും കഴിക്കും കേട്ടോ. തിരിച്ച് കഴിക്കാത്ത എന്നെ ഉണ്ടാക്കിയാലും ഇവിടെ കഴിക്കുന്നതാണ്. എന്നും പറഞ്ഞിട്ട് പട്ടിയിറച്ചി അങ്ങനെയുള്ളതൊന്നും കഴിക്കുന്നല്ല കേട്ടോ. അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഫുഡുകളൊക്കെ എന്നാ ഉണ്ടെങ്കിലും എല്ലാവരും കഴിക്കുന്നവരാണ്. ആർക്കും അതിനോട് അങ്ങനെ ഒരു ഇഷ്ടക്കേടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ടേസ്റ്റ് കുറഞ്ഞാൽ അത് എന്നാ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിലും മാറ്റിയിടും. ആരും കഴിക്കില്ല, ആർക്കും താല്പര്യം തോന്നത്തില്ല. അപ്പം അതെല്ലാം കൂടി ഇനി അതിനേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരിച്ചിരി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്നാലും ഇച്ചിരിയൊക്കെ നെയ്യ് ഇറങ്ങും കേട്ടോ. ഞാൻ എണ്ണ ചേർത്താണിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പം അതും കൂടെ കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് ഞങ്ങളുടെ ഊണിനുള്ളതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട്. പിള്ളേരൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ കയറി കിടന്ന് നല്ല ഉറക്കമാണ്. വെളുപ്പിനെ പോയതല്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ നല്ല ഉറക്കം. എന്നോട് പറഞ്ഞ് എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചാൽ മതി, അന്ന് എണീറ്റ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ പോർക്കിനകത്ത് എല്ലാം സെറ്റായി. അവസാനം ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി നല്ലപോലെ ഇടും കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ഇച്ചിരി നല്ലപോലെ ഇട്ടേച്ച് അതും അതിൻ്റെ കൂടെ അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി കറുവാപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലൊന്നും വലുതായിട്ട് വരാതിരിക്കാണ്ട്. ചിലർക്കൊന്നും അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല, പക്ഷേ അതിൻ്റെ സ്മെല്ലാണ് ചിലർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ഇച്ചിരി കറുവാപ്പട്ടയും ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റോസ്റ്റും റെഡിയായി. ഇനി ഇതും കൂടെ കൂട്ടി ഞങ്ങൾ ഇനി ചോറിനാൻ പോകണം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറി എന്നൊക്കെ പറഞ്ഞാൽ റോസ്റ്റും പിന്നെ മെഴുക്കുവരട്ടി, പയർ മെഴുക്കുവരട്ടി, പിന്നെ സവോളപ്പൂ തോരൻ, മോരുകറി, ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ചോറ് ഞാൻ കുക്കറിലായിരുന്നു വെച്ചിരുന്നത്. കുക്കറിൽ നിന്ന് എടുത്തേച്ച് അതൊന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷമേ ഞാൻ ഊറ്റത്തുള്ളേ.
എന്നിട്ട് അതെടുക്കത്തുള്ളൂ. എപ്പോഴും ഇങ്ങനെ കുക്കറി വെക്കുമ്പം മറന്നു പോകും ഇത് പറയാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ.